ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് പി.എൻ. പണിക്കരുടെ ഓർമ്മയിൽ രാജ്യം ഇന്ന് വായനാ ദിനം ആചരിച്ചു. വായനയുടെ പ്രാധാന്യം വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് രാജ്യത്തുടനീളം വായനാ ദിന പരിപാടികൾ നടന്നു. ഒരു മാസം നീണ്ടു നിൽക്കുന്ന വായനാ മാസാചരണത്തിനും തുടക്കമായി. മലയാളക്കരയിലെ നിരക്ഷര ഗ്രാമങ്ങളിൽ അക്ഷര വെളിച്ചം പകർന്നു നൽകാൻ പി.എൻ. പണിക്കർ നടത്തിയ ശ്രമങ്ങളാണ് ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കമിട്ടത്. പി.എൻ. പണിക്കരുടെ ചരമവാർഷിക ദിനമാണ് വായനാ ദിനമായി രാജ്യം ആചരിക്കുന്നത്. കണ്ണൂർ ജില്ലയിൽ വായനാ ദിനം ഇന്ന് വിപുലമായി ആചരിച്ചു. കണ്ണൂർ ജില്ലാ സാക്ഷരതാ മിഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച വായനാ പക്ഷാചരണ പരിപാടികളുടെ ജില്ലാതല ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് വീഡിയോ കോൺഫറൻസ് ഹാളിൽ നടന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ രത്നകുമാരി ഉദ്ഘാടനം നിർവഹിച്ചു. രുക്മിണിയടത്തി ഞാൻ എപ്പോഴും പറയാറുള്ളത്, രുക്മിണിയടത്തി മുന്നേ ഇങ്ങനെ പത്രങ്ങൾ വായിച്ച് അങ്ങനെ നിരന്തരം വായിക്കാൻ തുടങ്ങി. അങ്ങനെ വായിച്ചവർ കുടുംബശ്രീയിൽ ആഴ്ചയിൽ പോയി വായിച്ച കാര്യങ്ങൾ കുടുംബശ്രീയിൽ അവതരിപ്പിക്കും. അങ്ങനെ അവതരിപ്പിച്ച് നിരന്തരം വായിക്കാനുള്ള പ്രേരണ കുടുംബശ്രീയിലൂടെ അവർക്കുണ്ടായി. കാരണം നിങ്ങൾ എല്ലാ ആഴ്ചയും വായിച്ച് ഞങ്ങളോട് പങ്കുവെക്കണമെന്ന് കുടുംബശ്രീയിലെ മറ്റു സഹോദരിമാര് പറഞ്ഞു. അപ്പൊ അങ്ങനെ വായിച്ച് അവരും ഒരു പുസ്തകം എഴുതി. നിങ്ങൾ ആലോചിച്ച് നോക്ക്, രുക്മിണിയടത്തിക്കോ 70 വയസ്സ് 75 വയസ്സ് പ്രായമുണ്ട്. അപ്പോ വായന പ്രായത്തിനൊന്നും പ്രസക്തമല്ല, അല്ലെങ്കിൽ വായിക്കുന്നതിന് പ്രായം ഒരു പരിമിതിയല്ല എന്നുള്ളതാണ് നമുക്ക് അതിലൂടെ കാണാൻ വേണ്ടി കഴിയുന്നത്. ഉദ്ഘാടന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ അധ്യക്ഷത വഹിച്ചു. സാക്ഷരതാ പഠിതാവ് പി ജാനകി തയ്യാറാക്കിയിട്ടുള്ള കവിതാ സമാഹാരത്തിന്റെ പുസ്തകത്തിന്റെ കവർ പ്രകാശനം ചടങ്ങിൽ നടന്നു. പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് സാക്ഷരതാ മിഷൻ സംഘടിപ്പിച്ച മൊബൈൽ ഫോട്ടോഗ്രാഫി മത്സര വിജയികൾക്ക് ചടങ്ങിൽ വെച്ച് ഉപഹാരങ്ങൾ വിതരണം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി.കെ. സുരേഷ് ബാബു മുഖ്യപ്രഭാഷണം നടത്തി. തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജില്ലാ ജോയിന്റ് ഡയറക്ടർ ടി.ജെ. അരുൺ വായനാ ദിന പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. പരിപാലിക്കുകയും ശാന്തിയും സമാധാനവും സുരക്ഷിതത്വമുള്ള അന്തരീക്ഷം നിലനിർത്താൻ പൂർണ്ണമായും പ്രയത്നിക്കുകയും ചെയ്യും. നമ്മുടെ അമൂല്യ സമ്പത്തായ സൗരോർജം, ശുദ്ധജലം, പരിസ്ഥിതി മുതലായവ ശരിയായും സ്വച്ഛമായും ഉപയോഗപ്പെടുത്തും. പയ്യന്നൂർ കുഞ്ഞിരാമൻ മാസ്റ്റർ വായനാ ദിന സന്ദേശം നൽകി. VRV ഏഴോം പി.എൻ. പണിക്കർ അനുസ്മരണ പ്രഭാഷണം നടത്തി. ജില്ലാ സാക്ഷരതാ മിഷൻ കോർഡിനേറ്റർ ഷാജു ജോൺ, അസിസ്റ്റന്റ് കോർഡിനേറ്റർ ടി.വി. ശ്രീജൻ, ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി ടൈനി സൂസൻ ജോൺ തുടങ്ങിയവർ സംസാരിച്ചു. AKG മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ, കണ്ണൂർ.